കണ്ണൂർ ചെറുകുന്ന വെള്ളറങ്ങലിൽ വീടിനുള്ളിൽ പാമ്പ് കയറി. തലനാരിഴയ്ക്കാണ് ഉറങ്ങിക്കിടന്ന കുടുംബം അണലിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. വെള്ളറങ്ങലിലെ നിഹാലിന്റെ വാടക വീട്ടിലാണ് അണലിയെ കണ്ടെത്തിയത്. അജീഷ് ശിവകുമാർ ചേരുന്നു. അജീഷ്, കട്ടിലാണോ അണല കയറിയിരിക്കുന്നത്? കട്ടിലിന്റെ ഒരു ഭാഗം, ഒരു സൈഡിലായിട്ടാണ് ഈ അണലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് ഇവർ ഈ ശബ്ദം കേട്ടത്. പാമ്പിന്റെ ചീറ്റൽ ശബ്ദമാണ് കേട്ടത്. ഒരു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് ഈ കട്ടിലിന്റെ വശത്തായിട്ട് അണലിയെ കണ്ടത്. നല്ല സൈസുള്ള അണലി തന്നെയാണ്. ഉടൻ തന്നെ ഇവർ ഈ സർപ്പ വോളണ്ടിയർമാരെ വിവരം അറിയിച്ചു. മാത്രമല്ല ഈ പാമ്പ് പുറത്തേക്ക് കടക്കാതിരിക്കാനായി അവിടെ ഈ തലേണ വെച്ച് തടയുകയും ചെയ്തു. കുട്ടികളടക്കമുള്ള വീടുകളായിരുന്നു. പിന്നീട് ഈ സർപ്പ വോളണ്ടിയർ ഇവിടെ എത്തി ഈ പാമ്പിനെ സുരക്ഷിതമായി തന്നെ പിടികൂടി കാട്ടിലേക്ക് വിടുകയായിരുന്നു. എന്തായാലും ഇവരുടെ തലനാരി ഇഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഈ വീട്ടുകാർ രക്ഷപ്പെട്ടത്. അജയ്, സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴേക്ക് ബെഡിന്റെ സൈഡിൽ അണലി. അയ്യോ, ഇത് ഓർക്കുമ്പോൾ തന്നെ പേടി വരുന്നു അജീഷ്. അതെ, തീർച്ചയായും ഹാഷ്മി, അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം രാത്രിയാണ്, ഈ വെളിച്ചം പോലും ഇല്ലായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ആ വീട്ടുകാർ ഉറങ്ങിക്കിടന്നതുകൊണ്ട് മാത്രമാണ് അപകടം ഒന്നും സംഭവിക്കാത്തത്. പക്ഷെ ഈ ശബ്ദം പെട്ടെന്ന് കേട്ടു. കട്ടിലിന്റെ ഒരു ഭാഗത്ത്, അതായത് വലത്തെ ഇവർ കിടന്നതിന്റെ അടിയിൽ കൂടി അപ്പുറത്തെ സൈഡ് വരികയായിരുന്നു. അവിടെയായിരുന്നു ഈ അണലിയെ കണ്ടത്. ഈ ചീറ്റൽ ശബ്ദം കേട്ട് ഈ നിഹാൽ, ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള, ഈ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഗൃഹനാഥനായിട്ടുള്ള നിഹാൽ ഈ ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് കണ്ടത്. മുറിയിൽ തന്നെയാണ് കുട്ടികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ്. തലനാരിഴയ്ക്ക് ഒഴിവായത്. വോളണ്ടിയർ പെട്ടെന്ന് തന്നെ വോളണ്ടിയറെ വിവരം അറിയിച്ചു. പാമ്പ് ശല്യമൊക്കെ ഉള്ള മേഖലയാണോ ഇതൊന്നും? നല്ലൊരു സാധനം ഈ അണലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര സൈസുള്ള അണലി അങ്ങനെ സാധാരണ കാണാറില്ല. ഇത് പൂർണ്ണ വളർച്ചയെത്തിയ പൂർണ്ണ വിഷശക്തിയുള്ള ഒരു അണലിയാണത്. കണ്ടാൽ തന്നെ അറിയാം അജീഷ്. അശ്മീതി, ഇത് തളിപ്പറമ്പ് ചെറുകുന്ന് എന്ന് പറയുന്ന മേഖലയാണ്. അവിടെ പാമ്പ് ശല്യം എല്ലായിടത്തും ഉള്ളതുപോലെയുള്ള പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ വീട്ടിനകത്ത് ഏത് ഭാഗത്തൂടെ കയറി വന്നു എന്നുള്ളത് അവർക്ക് തന്നെ ഒരു പിടിയില്ല. എന്തായാലും അവർ പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ചു. ആദ്യമായിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. വീട്ടിനകത്താണ്, രാത്രിയാണ് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തായാലും അവരുടെ കട്ടിലിന്റെ അടിയിൽ കൂടി ഒരു ഭാഗത്ത് വന്ന് കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത് ഈ ചെറിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അജീഷ് ശിവകുമാർ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. റോഷ്ടി പറയുന്നുണ്ട് ഓടിപ്പോയി ലോട്ടറി എടുത്തോന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ലോട്ടറി എടുത്ത് ലോട്ടറി അടിക്കും. അത്രത്തോളം ഭാഗ്യമുണ്ട്. നോക്കുമ്പോഴേക്ക് ഓർത്തു നോക്കണം, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു ചീറ്റലിന്റെ ശബ്ദം കേൾക്കുന്നു. ലൈറ്റ് എടുത്ത് നോക്കുമ്പോഴേക്ക് ഈ നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിൽ ഒരു അണലി ഇങ്ങനെ കിടക്കും. അതൊരു മുഴുത്ത അണലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.